ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കസാക്കിസ്ഥാനിൽ ഷിംബുലാക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, ഷടപ്പടി റെഡിയായി. കാരണം അപ്പോൾക്ക് വണ്ടി വന്നിട്ടുണ്ടായി. നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി, കുറച്ചല്ല ഒരു 10 മിനിറ്റ് ഒന്ന് ലേറ്റായി. അപ്പോൾ ഇപ്പോൾ സമയം 10:30 നമുക്ക്. അപ്പോൾ ഇപ്പോൾ സമയം 10:30 നമുക്ക് ഇവിടുന്ന് 38 കിലോമീറ്ററാണ് ഉള്ളത്. 1 hour ട്രാവൽ. അപ്പോൾ അവിടെ മഞ്ഞുണ്ട്, സ്നോ ഉണ്ട് എന്നാണ് തോന്നുന്നതല്ല സ്നോ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ വെതർ നോക്കിയപ്പോൾ -7 ആണ് നമ്മൾ കണ്ടതല്ലേ. നീ നേരത്തെ പറഞ്ഞ ഡയലോഗ് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം എല്ലാം റെക്കോർഡ് ചെയ്തു. അപ്പോൾക്ക് അത് മനോട്ടനെ ഓണാക്കിയിട്ടായിരുന്നു. വി ആർ വെരി എക്സൈറ്റഡ് ഫോർ സ്നോ ഉണ്ട്. പിന്നെ എനിക്കും അമ്മൂനും മോഷൻ സിക്നെസ് നല്ലോണം ഉണ്ട്. വണ്ടിയിൽ ബേക്കിലിരുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ട്. അധികം ഇങ്ങനെ സംസാരിക്കാനോ ക്യാമറ നോക്കാനോ പറ്റൂല. അപ്പോൾ നമ്മൾ അടത്തി അപ്പോൾ ബാക്കി നമ്മൾ അടത്തിലാണ്. മതി വേണോട്ടോ. കട്ട് 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 ലൈൻ. ഇന്ന് എനിക്ക് വീഡിയോ ഇട്ട ആവശ്യമില്ല, കാരണം നല്ല ബാക്ക് പാക്കിംഗ് ഉണ്ട്. നാളത്തേക്ക് നമ്മളെ അൽമാട്ടിയിലേക്ക് വരുന്ന യാത്രേൻ്റെ വീഡിയോ ഇടും. അതിന് സൂര്യ എഡിറ്റ് ചെയ്യണമെന്ന് എത്തുമ്പോഴത്തേക്ക് നട്ടപ്പാന്നില്ല. ഇപ്പൊ നല്ല ചൂടെടുക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഷിംബുലാക്ക്. നമുക്കുള്ളത് കസാക്കിസ്ഥാൻ ഷിംബുലാക്കിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുക്കുന്നത് -5 ആണ്. നമ്മൾ ഒരു കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കേബിൾ കാറിൽ പോകണം. നല്ല തണുപ്പുണ്ട്. നമ്മൾ തെർമലിട്ടിന് അതിൻ്റെ മുകളിൽ നല്ല കട്ടിയിലെ ടോപ്പും പാൻറ്റുമാണ് ഇട്ടത്. ഫുള്ളാണ് ബ്ലൗസ്, തൊപ്പി, മാസ്ക്. പറയുന്നത് കിട്ടുന്നോന്നറിയില്ല. നല്ല സൗണ്ടും ഭയങ്കര പാട്ടുകളും ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ കേബിൾ കാറിൽ കയറാൻ പോകുന്നത്. ഇനി ബാക്കി കേബിൾ കാറിൽ പോകുമ്പോൾ കാണിക്കാം. 4 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്നോന്നല്ലേ? ഓക്കെ, നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറി 4 പേരും ഒരുമിച്ചാണ്. അവർ പറഞ്ഞ 3rd സ്റ്റേഷനിൽ ഓപ്പൺ കാർ കിട്ടുന്നതാണ്. അറിയില്ല, ആൾട്ടിറ്റ്യൂഡ് പോകുന്നതായിരിക്കും, അതായിരിക്കും തരുന്നത്. അതെ, പക്ഷെ മറ്റേ ആ പെണ്ണ് പറഞ്ഞത് നമുക്ക് ഇറങ്ങുമ്പോ ഫുള്ളും ക്ലോസ്ഡ് തന്നെ കിട്ടുന്ന, ഓപ്പൺ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം ഗൈസ്, എന്തായാലും നോക്കാം. എല്ലാവരും കുറച്ചധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുകൊണ്ട് ഇതൊന്നും ഇല്ലേ എത്തുന്നില്ലേ. നമുക്ക് മഞ്ഞിലിറങ്ങാൻ കഴിയേ? പോകുന്നില്ലല്ലോ, സ്കീ റിസോർട്ടാണ് ഇത്. പോകുന്നില്ലല്ലോ, തലയില് സ്കീയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. അടർന്നു. ഇത് 3 സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട്. ഫുള്ള് കാണിച്ചു കൊടുക്കാനോട്ടോ. നല്ല വ്യൂ. കേബിൾ കാറിന്റെ ഗ്ലാസ് വലിയ ക്ലീൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങ് മുകളിലേക്ക് എത്തിയല്ലേ, നല്ല വ്യൂ ആണ്. അങ്ങ് മുകളിലേക്ക് പോകും. നല്ലുണ്ട്. സ്ലോ നിന്നാ ഇല്ല, ബാക്കിയാവോ? നമ്മൾ ഓപ്പൺ കാറിൽ കയറുന്നതിന് മുന്നേ നമ്മളൊരു ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ആ വീഡിയോ കൊടുക്കാം. നമ്മളൊരു 15,000 കസാക്കിസ്ഥാനി മണി കൊടുത്തിട്ടാണ് ആ വീഡിയോ എടുത്തത്.
ഗൈസ് നമ്മളിനി മറ്റേ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി, ക്ലോസ്ഡ് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഓപ്പൺ കേബിൾ കാറിൽ കയറാൻ പോകുന്നുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഒരു ടോപ്പിലെത്തില്ല കേട്ടാ. ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അതെ, എത്താനായി. ഫോൺ പിടിക്കാനേ പേടിയത്. ഗൈസ് ഇതാണ് വ്യൂ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്. അതെ ഗൈസ് ഇതാണ് വ്യൂസ്. ഇതാ അങ്ങ് ആ നമ്മളെ ഫ്രണ്ടിലില്ലാണ് അമ്മൂമ്മ അതും ഇല്ലത്. കൊള്ളാം കൊള്ളാം. ഗൈസ് നമ്മൾ ടോപ്പിലെത്തിയിട്ട് ഇനി അങ്ങോട്ട് പോവാനുണ്ട്. 5 minutes കൊള്ളാം. നല്ല കുറച്ച് അങ്ങോട്ട് നടന്നു. നമ്മൾ എടുത്ത 10,000 ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ 10,000-നുള്ള സാധനം ഉണ്ട്. 75 ദിറംസ് ആണ്. 75 dirhams ആണ് വരുന്നത്. പക്ഷെ നല്ല വർത്താണ് കേട്ടോ. 75 ദിറംസിന്റെ. നമ്മൾ അർമേനിയയിൽ പോയിട്ടാകുമ്പോ അർമേനിയയിൽ പോയിട്ടാകുമ്പോ പക്ഷെ നമുക്ക് ഇത്ര ദൂരം ഉണ്ടായിട്ടാ. പെട്ടെന്ന് കുറച്ച് സമയം ഉണ്ടായിട്ട്. പക്ഷെ ഇത് വന്നാലും എത്തുന്നില്ല. ആ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇതിപ്പോ ഓക്കെയാണ്. നമ്മള് ഡാൻസും കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തിട്ട് ബാക്കി കേബിൾ കാറ് പോകാൻ വേണ്ടിയിരിക്കുന്ന. നമുക്ക് അങ്ങോട്ടുള്ള പ്രവേശനം ഇല്ല. ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഇല്ല, സ്കീം കഴിഞ്ഞിട്ടുള്ളവരെ കാട്ടിൽ പോകുന്നില്ല. അത്ര വരെ ഉള്ളൂ. നോക്കാം ഗൈസ്. നമുക്ക് ഗൈസ് ആടുന്ന് മുകളിലേക്ക് കേബിൾ കാർ കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും കൂടി പോയി നോക്കുന്നു. തണുത്ത് മരവിച്ച് ഭയങ്കര തണുപ്പ്. -7 ഒന്നും അല്ല ഇത്. അയ്യോ ഇവിടുത്തെ തണുപ്പ് നോക്കാക്കോ. ഞാൻ വിചാരിക്കണ്ട ഇവിടെ ഒരു പരിഷ്കാരി ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് ഇട്ടല്ലോ. അവളെ പവർ ഗ്ലാസ് ആണത്. അത് വെയിൽ വരുമ്പോൾ അങ്ങനെയാകും. നമ്മൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. അയ്യോ ടോപ്പ്. നമ്മളിപ്പോൾ താഴേക്ക് പോകാൻ നിൽക്കുന്നത്. കൈയെല്ലാം വിറച്ചിട്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല. കുറേ നേരമായി മുകളിൽ വന്നിട്ട്. അമ്മോ കൈ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് നല്ല നടക്കുന്നത്. വരാട്ടാ. മതിയല്ലേ? നമ്മളങ്ങനെ താഴേക്ക് എത്തി. ഏറ്റവും താഴേക്കല്ല, ഇനി ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു കേബിൾ കാറിൽ പോകണം. പക്ഷെ അതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പം അതും തീർത്തിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു. അയ്യോ പുക പറന്നുണ്ടോ. അമ്മോ കൈ വിറക്കുന്ന ഐസ്. ഗൈസ് ഇങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ദിവസം. അതെ ഇപ്പൊ സമയം 5. നമ്മൾ ചെയ്ത ഒരു സാധനം വേസ്റ്റ് ആയിക്കാം. 5 മണിയാവാനായി. നമ്മൾ തിരിച്ച് പോലായി. റൂമിലേക്കല്ല, നമ്മൾ ഏതെങ്കിലും സിറ്റിയിൽ ഇറങ്ങാന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ ബസാറിലാണ്. ഗ്രീൻ ബസാർ നമുക്ക് അതെ ഇന്നലെ നമുക്ക് ഗ്രീൻ ബസാറിൽ വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നു. സംഭവം ഒരു മാർക്കറ്റാണല്ലേ. കുറേ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അമ്മേനെ ഇവിടെ കുറച്ച് സമയം കറങ്ങിയിട്ട് നേരെ താജിൽ പോകും ഫുഡ് കഴിക്കാൻ. അതെ നമ്മൾ ഒരെണ്ണം ബുക്ക് ചെയ്ത് ഇനി അത് തന്നെ ഫുഡ് വന്ന് സേവ് തന്നെ. അതെ നല്ല ഫുഡായിരുന്നു. അതെ ശ്രദ്ധിച്ച് വെച്ചൊക്കെ എത്തി. കുറേ ഷോപ്പെല്ലാം ഇന്ന് ക്ലോസ് ആണെന്ന് തോന്നുന്നു. പറയൂ ഗൈസ്. ഞാൻ വിളിച്ച ഷോപ്പ് നമ്മളെ വിളിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ ബസാറിലാണ്. ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യലായി. ഇപ്പോൾ ഇവിടെ സമയം 5:50 ആകുമ്പോൾ എല്ലാവരും ക്ലോസ് ചെയ്യലായി.
ഇങ്ങനെ ഒരു അന്യഗ്രഹജീവികളെ പോലെ ഞങ്ങൾ 3-4 മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മളെന്നെ നോക്കും. നമുക്ക് താഴെ പോവാം. അപ്പോൾ മൊത്തമായിട്ട് നമുക്കൊന്ന് ഗ്രീൻ ബസാർ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം അല്ലേ? അതെ. നല്ല പെണ്ണ് പിള്ളേരുണ്ട്. ടച്ചിന് റഷ്യൻ പെൺകുട്ടികളല്ലേ ഏറ്റവും കൂടുതൽ ഭംഗിയില്ലേ? ഇതൊരു ഫ്രൂട്ട്സ് മാർക്കറ്റ്. അത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സും നോർമൽ ഫ്രൂട്ട്സും. ഇതാണ് അത്തിപ്പഴം. ചക്കക്കുരു അത് വായിക്കുള്ളത്. ഇത് മൈൻഡ് ആക്കുന്നില്ല. എന്തേ ഇവിടുത്തെ ഇത് നോക്കിയാണേ, കക്കരി നോക്കി. പക്ഷെ നമ്മളെ ദുബായ് UAE കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റേറ്റ് കൂടുതലാണ് എല്ലാറ്റിനും. നമ്മളവിടെ അല്ലേ കക്കരിക്കൊക്കെ 2.50 ഉള്ളൂ. 2.50 വെച്ചാൽ ഇവിടെ വരുന്നത് ഒരു 300 മാക്സിമം. ഇവിടെ എല്ലാറ്റിനും 2500. ഫ്രിഡ്ജ് മാഗ്നറ്റ് നമ്മ ഇന്നലെ വാങ്ങിച്ച അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് അവിടെ 800 കൊടുത്ത് ഇവിടെ ഇവർ 500 ഇവിടെ മറ്റുള്ള സാധനത്തിനുള്ള റേറ്റ് കൂടുതലാണ്. ബാക്കിയുള്ള സാധനത്തിനുള്ള റേറ്റ്. ഇയാളെ എപ്പെങ്കിലും ചാനലിൽ കണ്ടതായി പറ്റിയുണ്ടോ? ധാരാ നമ്മളിപ്പോൾ കസാക്കിസ്ഥാൻ പോലീസുകാരെ കണ്ടു. പക്ഷെ കുറച്ചുകൂടെ മുമ്പേ തന്നെ എടുക്കേണ്ടില്ല. അതെ, ഞാൻ സല്യൂട്ട് ചെയ്തു. എത്തി പോലീസ് പോയതിനു ശേഷം അങ്ങനെ തമാശയാക്കാൻ പാടില്ല. കണ്ടില്ല തമാശയാക്കാൻ പാടില്ല. തമാശയാക്കാൻ പാടില്ല. റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ. താജ് ഇന്ത്യ റെസ്റ്റോറൻറ്റ്. താജ് ഇന്ത്യ റെസ്റ്റോറൻറ്റ്. ഇന്നലെ നമ്മള് KFC അല്ല ഫുഡ് കഴിച്ചല്ലോ. നമുക്ക് മനസ്സിലായിട്ടല്ലോ അത്. അതല്ല മാമി അങ്ങോട്ട് നീങ്ങേ. അങ്ങനെ നമ്മൾ താജ് ഇന്ത്യ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അതിന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ മമ്മിൽ പോലെ നാളെ നമുക്ക് കുറേ ടൂറുണ്ട്. നാളെ നമുക്ക് രാവിലെ പോകണം. 6 മണിയാണ് അവർ പറഞ്ഞത്. നമ്മൾ അത് മാറ്റിയിട്ട് ഒരു 7 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7:30 നമുക്ക് പോകണം നാളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ തോന്നി. എനിക്കൊന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കും നേരെ വീട്ടിലേക്ക്. ഇതെൻ്റെ തെർമലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാം എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നല്ല, കാരണം എപ്പോഴും റൂമിലെത്തുമ്പോൾ ലേറ്റാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല, ടയർഡാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ഓക്കെ, ഏത് ജ്യൂസിൻ്റെ റീഡർ. ബൈ ഗൈസ്, ബൈ ബൈ ബൈ. പൊട്ടി